ഒരു പവർ പോയിന്റ് പ്രസൻറ്റേഷൻ എങ്ങനെ തയ്യാറാക്കാമെന്നതാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നത്. ടെക്സ്റ്റ് അനിമേഷൻ ആൻഡ് ഇമേജ് അനിമേഷൻ, ഒരു ക്ലിപ്പിൽ ഒരു ശബ്ദം എങ്ങനെ ഇൻസെർട്ട് ചെയ്യാം, വീഡിയോ എങ്ങനെ ഇൻസെർട്ട് ചെയ്യാം, പവർ പോയിന്റ് പ്രസൻറ്റേഷനിൽ ഹൈലൈറ്റിംഗ് ടൂൾസ് എങ്ങനെ ഉപയോഗിക്കാം, പവർ പോയിന്റ് ഉപയോഗിച്ച് സ്ക്രീൻ റെക്കോർഡിംഗ്, അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എങ്ങനെ ഒരു ക്ലിപ്പിൽ റെക്കോർഡ് ചെയ്ത് ഉൾപ്പെടുത്താം. ഇതുകൂടാതെ നമ്മുടെ പവർ പോയിന്റ് പ്രസൻറ്റേഷൻ്റെ വീഡിയോ എങ്ങനെ റെക്കോർഡ് ചെയ്ത് ഷെയർ ചെയ്യാം എന്നും ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ആദ്യം പവർ പോയിന്റ് ഓപ്പൺ ചെയ്ത് ഒരു ബ്ലാങ്ക് പ്രസൻറ്റേഷൻ സ്ലൈഡ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ഹോം, ക്ലിക്ക് ന്യൂ സ്ലൈഡ്. നമുക്കാവശ്യമായ ഒരു സ്ലൈഡ് ടാംപ്ലെറ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ ടെക്സ്റ്റ് ബോക്സ് ഇൻസേർട്ട് ചെയ്യുന്നു. കൺട്രോൾ കീ പ്രസ് ചെയ്തുകൊണ്ട് ഈ ടെക്സ്റ്റ് ബോക്സ് താഴേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. ഇതിൽ നമുക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. അങ്ങനെ ടൈപ്പ് ചെയ്ത ഒരു സ്ലൈഡ് കാണാം. ഈ സ്ലൈഡിൽ 5 ടെക്സ്റ്റ് ബോക്സുകളിലായി ഈ വീഡിയോയുടെ കണ്ടന്റ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ടെക്സ്റ്റ് അനിമേറ്റ് ചെയ്യുന്നതും ഹൈലൈറ്റ് ചെയ്യുന്നതും നോക്കാം. ടെക്സ്റ്റ് ബോക്സ് സെലക്ട് ചെയ്ത് അനിമേഷൻ ക്ലിക്ക് ചെയ്ത് ആഡ് അനിമേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഗ്രൂപ്പ് ഓഫ് ഡിഫറെൻ്റ് എഫക്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. 1 എൻട്രൻസ് എഫക്റ്റ്, 2 എംഫസൈസ്, 3 എക്സിറ്റ് എഫക്റ്റ്. ഒരു ക്ലിപ്പ് എൻട്രി ചെയ്ത് ആ ക്ലിപ്പിലെ കണ്ടന്റ് എംഫസൈസ് ചെയ്ത് ഒരു എഫക്റ്റോടു കൂടി എക്സിറ്റ് ചെയ്യുക. ഈ അനിമേഷൻ കാണുന്നവർ അത് ഓർത്തു വയ്ക്കും. നമുക്കൊരു എൻട്രി അനിമേഷൻ സെലക്ട് ചെയ്യാം. ഫ്ലൈയിനാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഈ എഫക്റ്റ് നമുക്ക് സ്ലോ ആക്കാം, ഫാസ്റ്റ് ആക്കാം, എഫക്റ്റ് തുടങ്ങേണ്ട സമയം നിശ്ചയിക്കാം. ഇവിടെ അനിമേഷൻ സംഭവിക്കുന്ന ഡ്യൂറേഷൻ 1.75 സെക്കൻഡായി നിശ്ചയിച്ചു. എത്ര സെക്കൻഡ് ഡിലേക്ക് ശേഷമാണ് അനിമേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് ഡിലേയിൽ നിശ്ചയിക്കുക. 0.5 സെക്കൻഡ് ഞാൻ കൊടുത്തു. ഇനി എപ്പോൾ ഈ സ്ലൈഡ് അനിമേഷൻ തുടങ്ങണം, സ്റ്റാർട്ട് ഓൺ ക്ലിക്ക് എന്ന് നിശ്ചയിച്ചു. ഇനി ഈ അനിമേഷൻ കണ്ടു നോക്കാം. അനിമേഷൻ പെയിൻ ക്ലിക്ക് ചെയ്യുക. ഇതാണ് അനിമേഷൻ പെയിൻ. ഇവിടെ ഏത് അനിമേഷനാണ് ആദ്യം തുടങ്ങേണ്ടതെന്ന് സെലക്ട് ചെയ്താൽ ആ അനിമേഷൻ മുതൽ നമ്മൾ കൊടുത്ത അനിമേഷൻ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഒരേ അനിമേഷൻ 2 തവണ കണ്ടു. അതിലൊന്ന് നമുക്ക് ഡിലീറ്റ് ചെയ്യണം. അനിമേഷൻ പെയിനിലുള്ള ഒരു അനിമേഷൻ സെലക്ട് ചെയ്ത് റിമൂവ് ക്ലിക്ക് ചെയ്യുക. ഇനി ടെക്സ്റ്റ് ഹൈലൈറ്റ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം. ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് അനിമേഷൻ സെലക്ട് ചെയ്ത് വൈപ്പ് എഫക്റ്റ് സെലക്ട് ചെയ്ത് എഫക്റ്റ് ഓപ്ഷനിൽ പോപ്പപ്പ് മെനുവിൽ നിന്ന് ഫ്രം ലെഫ്റ്റ് സെലക്ട് ചെയ്തു. ഈ കൺട്രോൾ ടൂൾ ബോക്സിൽ ഡ്യൂറേഷൻ, ഡിലേ ഇവ സെറ്റ് ചെയ്തു. ഈ ടെക്സ്റ്റ് ബോക്സ് ഹൈലൈറ്റ് ചെയ്യാൻ ഇവിടെയുള്ള ഷേപ്പിൽ നിന്ന് ഒരു ഷേപ്പ് സെലക്ട് ചെയ്യുക. ഞാൻ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്തു. ഇത് ഓരോ ടെക്സ്റ്റ് ബോക്സിന് മുകളിലും അപ്ലൈ ചെയ്തു. കീബോർഡിൽ കൺട്രോൾ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ഓരോ ടെക്സ്റ്റ് ബോക്സിന് മുകളിലും ഇവ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. അതിനുശേഷം ഓരോ റെക്റ്റാങ്കിൾസും ഓരോന്നായോ ഒരുമിച്ചോ സെലക്ട് ചെയ്ത് ഷേപ്പ് ഫിൽ അപ്ലൈ ചെയ്യാം. ഞാൻ നോ ഫിൽ സെലക്ട് ചെയ്തു.
ഷേപ്പ് ഔട്ട്ലൈൻ സെലക്ട് ചെയ്ത് അതിൻ്റെ തിക്നെസ് നിശ്ചയിക്കാം. ഇവിടെ ഒരു ലൈനിന് ശേഷം മറ്റൊന്ന് വരാൻ സ്റ്റാർട്ടിൽ ആഫ്റ്റർ പ്രീവിയസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. എത്ര സെക്കൻഡിന് ശേഷം അടുത്ത ലൈൻ തുടങ്ങണം എന്ന് ഡിലേയിൽ കൊടുക്കുക. എത്ര സമയം കൊണ്ട് ഒരു ലൈനിലെ എഫക്റ്റ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ഡ്യൂറേഷനിൽ കൊടുക്കുക. ഇനി നമ്മുടെ സ്ലൈഡ് ഷോ കാണാം. ഒരു ഒബ്ജക്റ്റ് എങ്ങനെയാണ് അനിമേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന് ഞാൻ ഒരു സ്പിയർ എക്സാമ്പിളായി എടുത്തു. ഒരു പ്രസൻറ്റേഷൻ ടോപ്പിക്കിന് ഒരു ടൈറ്റിൽ കൊടുക്കാം. ഒരു പിക്ചർ ക്ലിപ്പിൽ ചേർക്കാൻ ക്ലിക്ക് ഇൻസേർട്ട് സെലക്ട് പിക്ചർ. കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന പിക്ചറാണോ ഓൺലൈനിൽ നിന്നുമാണോ എന്ന് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള 2 സ്പിയർ സെലക്ട് ചെയ്തു. ഈ 2 സ്പിയറിനും അനിമേഷൻ ഒന്നിച്ചോ വെവ്വേറെയോ കൊടുക്കാം. അനിമേഷൻ, ആഡ് അനിമേഷൻ, ഒരു എൻട്രൻസ് എഫക്റ്റ്, ഒരു എംഫസിസ് എഫക്റ്റ്, ഒരു എക്സിറ്റ് എഫക്റ്റ് ഇവ വേണമെങ്കിൽ കൊടുക്കാം. ഈ സ്പിയറിന് ഞാൻ 3 അനിമേഷൻ എഫക്ട്സ് കൊടുക്കുകയാണ്. ആദ്യം എൻട്രൻസ് എഫക്റ്റ് കൊടുത്തു. എംഫസിസ് എഫക്റ്റ്, ഇത് എക്സിറ്റ് എഫക്റ്റ്. ഇത് 3 അനിമേഷൻ നമ്പറായി നമുക്ക് കാണാം. ഇത് എങ്ങനെ സ്ലൈഡ് ഷോയിൽ കാണുന്നു എന്ന് നോക്കാം. ഇത് മറ്റൊരു എക്സാമ്പിളാണ്. ഇതുപോലെ 4 സ്ലൈഡുകൾ ആഡ് ചെയ്ത് അനിമേഷൻ കൊടുത്തിട്ടുണ്ട്. അത് സ്ലൈഡ് ഷോയിലും വീഡിയോ റെക്കോർഡിങ്ങിലും കാണാം. ഇനി ഒരു ഓഡിയോ എങ്ങനെ സ്ലൈഡിൽ ഇൻസെർട്ട് ചെയ്യാമെന്ന് നോക്കാം. ഒരു ന്യൂ സ്ലൈഡ് ആഡ് ചെയ്യുക. ക്ലിക്ക് ഇൻസെർട്ട്, ക്ലിക്ക് ഓഡിയോ. ഇവിടെ നമുക്ക് മൈക്രോഫോണിലൂടെ നമ്മുടെ ശബ്ദം റെക്കോർഡ് ചെയ്യാം, അല്ലെങ്കിൽ PC യിലുള്ള ഓഡിയോ ഇൻസെർട്ട് ചെയ്യാം.
ഈ ചുവന്ന ഡോട്ട് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ശബ്ദം റെക്കോർഡായി തുടങ്ങും. ഓഡിയോ ഓൺ PC എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ PCയിലുള്ള ഓഡിയോ സെലക്ട് ചെയ്ത് ഈ ക്ലിപ്പിൽ ഇൻസേർട്ട് ചെയ്യാം. ഈ ഓഡിയോയുടെ ദൈർഘ്യം കുറയ്ക്കണമെങ്കിൽ 2 എൻഡിൽ നിന്നും ട്രിം ചെയ്യാം. ഒരു വീഡിയോ ഇൻസേർട്ട് ചെയ്യുന്നതും ഇതുപോലെ തന്നെയാണ്. ഓൺലൈൻ വീഡിയോ അല്ലെങ്കിൽ വീഡിയോ ഓൺ PC ഇത് രണ്ടുമാണ് ഓപ്ഷനായിട്ടുള്ളത്. ഞാൻ PCയിൽ നിന്ന് ഒരു വീഡിയോ ഇൻസേർട്ട് ചെയ്തു. ഇതേ രീതിയിൽ തന്നെയാണ് സ്ക്രീൻ റെക്കോർഡിംഗ്. നമ്മുടെ മോണിറ്റർ സ്ക്രീനിൽ നമ്മൾ എന്തെല്ലാം ചെയ്യുന്നോ അതെല്ലാം ഈ ക്ലിപ്പിൽ റെക്കോർഡാകും. ഇനി ട്രാൻസിഷൻ എങ്ങനെ കൊടുക്കാമെന്ന് കാണാം. ഒരു ക്ലിപ്പ് ഏത് രീതിയിൽ മാറി അടുത്ത ക്ലിപ്പ് വരണം എന്നതാണ് ട്രാൻസിഷനിൽ നമ്മൾ ചെയ്യുന്നത്. സെലക്ട് ട്രാൻസിഷൻ, സെലക്ട് എഫക്റ്റ്. ഞാൻ റൊട്ടേറ്റ് എഫക്റ്റ് ആണ് എടുക്കുന്നത്. എഫക്റ്റ് ഓപ്ഷൻ ഇവിടെ നിന്നും സെലക്ട് ചെയ്യാം. ഇവിടെ എഫക്റ്റ് ഡ്യൂറേഷൻ, എത്ര സെക്കൻഡിന് ശേഷം സ്ലൈഡ് മാറണമെന്നും എല്ലാ ക്ലിപ്പിനും ഒരേപോലെ വേണമെങ്കിൽ അപ്ലൈ ടു ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. നമ്മുടെ പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ഒരു വീഡിയോ ആയി റെക്കോർഡ് ചെയ്താൽ ഷെയർ ചെയ്യുന്നതിനും പ്രസൻറ്റ് ചെയ്യുന്നതിനും വളരെ എളുപ്പമായിരിക്കും. എങ്ങനെയെന്ന് നോക്കാം. ലെഫ്റ്റ് ടോപ്പിൽ ഫയൽ ക്ലിക്ക് ചെയ്ത് സേവ് ആസ് സെലക്ട് ചെയ്യുക. ഒരു ഫയൽ നെയിം കൊടുത്ത് സേവ് ആസ് ടൈപ്പ് ചൂസ് ചെയ്യുമ്പോൾ MPEG-4 വീഡിയോ സെലക്ട് ചെയ്യണം. ക്ലിക്ക് സേവ്. നമ്മുടെ പ്രസൻറ്റേഷൻ MPEG-4 വീഡിയോ ഫോർമാറ്റിൽ റെക്കോർഡാകും. ഇത് കുറച്ച് സമയമെടുക്കും. ഇവിടെ ക്യാപ്ഷന് താഴെ പ്രോഗ്രസ് ബാർ കാണാം. ഇനി ഒരു പ്രസൻറ്റേഷനിൽ എങ്ങനെ ഹൈലൈറ്റും പെൻ ടൂളും ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. സ്ലൈഡ് ഷോ ചെയ്യുമ്പോഴാണ് ഹൈലൈറ്റ്സ് ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സ്ലൈഡ് ഷോ ക്ലിക്ക് ചെയ്യുക. ഈ സ്ലൈഡ് ഷോയിൽ ഇപ്പോൾ കാണുന്ന സ്ലൈഡിൽ ഇടതുവശത്ത് താഴെ ഹൈലൈറ്റിംഗ് ടൂൾസ് കാണാം. അത് ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം.
ഇനി നമ്മൾ ചെയ്ത പ്രസൻറ്റേഷൻ ഒന്ന് കണ്ടു നോക്കാം. ഈ വീഡിയോ പ്രയോജനപ്രദമായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഇറ്റ്. സീ യു അഗെയിൻ വിത്ത് അനദർ വൺ.